അങ്ങനെ നമ്മൾ കർണാടകയിലെ ഏതോ ഒരു ജില്ലയിലൂടെ കർണാടകയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ഈ ഒരു സംഭവം അടിപൊളിയായിട്ട്, അത് നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ഇപ്പോൾ നിലവിലുള്ളത് വൃന്ദാവൻ ഗാർഡനിലാട്ടോ. മൈസൂരുള്ള വൃന്ദാവൻ ഗാർഡനിലാണ്. നമുക്ക് വൃന്ദാവൻ ഗാർഡനും ഒരു കുറച്ച് ലേസർ ഷോയും പിന്നെ ഒരു ഡാമും ഇവിടെയുണ്ട്. ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാം. മച്ചന്മാരെ, അപ്പോൾ നമ്മളുള്ളത് മൈസൂരുള്ള വൃന്ദാവൻ ഗാർഡനിലാണ്. ഇവിടെ ഒരുപാട് ആളുകളാണ് നിലവിൽ ആഘോഷിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പുറത്ത് ഒരു പൂന്തോട്ടമുണ്ട്. ഈ വൃന്ദാവൻ ഗാർഡന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു ഭാഗമാണ്. കണ്ടോ, ഈ ഒരു വാട്ടർ സെലിബ്രേഷൻ കേട്ടോ. ഇതിന്റെ പുറകിലൊരു ഡാമാണ് കേട്ടോ. ഈ കണ്ടോ, ഈ വലിയൊരു ബ്രിഡ്ജ് കണ്ടോ, ഇതൊരു ഡാമാണ്, ഭീകര ഡാമാണ്. ഏകദേശം ഒരു 2 മണിക്കൂറോളം നമുക്കിവിടെ നടന്ന് കാണാനുള്ള സംഗതിയുണ്ട്. ആ സൈഡ് കണ്ടോ, ആ സൈഡ് അവിടെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ 100 രൂപയാണ് ഫോട്ടോ എടുക്കുന്നതിന്. ഫോട്ടോ എടുക്കുന്നതിന് മാത്രമല്ല, വീഡിയോ ക്യാമിന് 100 രൂപയാണ്. ഈ ഒരു സംഭവം അടിപൊളിയായിട്ട്, അത് നല്ല കളറായിട്ടുണ്ട്. കാരണം ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ സെൻട്രൽ അടിപൊളി. ഇവിടെയൊക്കെ മെയിൻ്റനൻസ് കുറവാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വെള്ളമില്ലാത്തതുകൊണ്ടൊന്നല്ല, ഡാമിൽ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. ഡാമിന്റെ മുകളിലേക്ക് നമ്മൾ കയറുന്നുണ്ടെന്നല്ല, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കയറിയിരുന്നു. പക്ഷെ ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ഡാമിലൊക്കെ ഫുള്ള് മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. പിന്നെ എന്തിനാണ് അവിടെ ഒരു ഇങ്ങനെ ടിക്കറ്റ് റേറ്റ് കുറച്ച് കൊടുക്കണം. കുറച്ചധികം മുകളിലേക്ക് ഒരുപാട് നടക്കാനുണ്ടെന്ന് തന്നെ പറയാം. നല്ല മഴക്കാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ സൈഡ് ആകേണ്ടി വരും. ഇതൊക്കെ ഫുള്ള് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. കാരണം ഇവിടെ കണ്ടോ, ഈ വെള്ളം ഇങ്ങനെ തട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിൽ നിന്ന് കണ്ടോ, മുകളിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടമായിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ വരുന്ന കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. അടിപൊളിയായിരിക്കും. പിന്നെ ചെറിയ തടയണ പോലെ കെട്ടി അങ്ങനെ താഴെ വരെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. റോയൽ ഓർക്കിഡ് എന്ന് പറയുന്നത് എന്താണത്? അവിടെ ഒരു പോസ്റ്ററൊക്കെ കാണുന്നുണ്ട്. ഇവിടൊക്കെ മൊത്തം ഫ്ലവറാണ്, മൊത്തം ഫ്ലവേഴ്സാണ്. ഫുൾ മെയിൻ്റനൻസ് ആണ്, ഫുൾ മെയിൻ്റനൻസ്. ഇപ്പോൾ അച്ഛന്മാരെ, നമ്മളെ ഒപ്പമുള്ള ആളുകളൊക്കെ പകുതിക്ക് സൈഡായിട്ടുണ്ട് കേട്ടോ. അവർക്ക് ആർക്കും നടക്കാൻ വയ്യ. അവസാനം നമ്മൾ ഏതായാലും വന്നതല്ലേ, നമ്മൾ ക്യാഷൊക്കെ ചിലവാക്കി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു വീഡിയോ എടുത്തിരിക്കും. ഇത് കണ്ടോ, ഈ റെഡ് പൂകൾ നല്ല രസമല്ലേ കാണാൻ, അടിപൊളി കേട്ടോ. നല്ലൊരു മഴക്കാറിനുള്ള ഓളൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല, നോക്കാം. ഇവിടെ ഈ പൂക്കൾ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ. ഇത് പൂക്കളാണോ ചെടിയായിട്ട്? പൂക്കളല്ല, ഇത് ചെടിയാണ് ഈ ഭാഗത്ത്. പക്ഷെ ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ കുറവാട്ടോ, കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ്. ഇനി മുകളിലെങ്ങാനും വേറെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ആക്ടിവിറ്റി പൊതുവെ കുറവാണെന്ന് എൻ്റെ അഭിപ്രായം. ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ട് ഒരു ഗാന്ധിയുടെ, ഇന്ത്യയുടെ ഫോട്ടോയും ഗാന്ധിന്റെ ചിത്രമുണ്ട് അവിടെ. നമ്മുടെ ദൂരത്ത് നിന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല രസം, അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ചെടികൾ ഇങ്ങനെ വെച്ചുള്ളത്. ഇതെന്താ ചീരന്റെ പോലുള്ള എന്തോണ്. ചെറിയ ആണ്ടോ, 2 വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളിലായിട്ട് സംഭവം കളറല്ലേ അല്ലേ? അടിപൊളിട്ടോ, നോക്കിക്ക. വാവ്, നമുക്ക് ഡാമിന്റെ മുകളിലേക്ക് കയറാനുള്ള വല്ല മാർഗമുണ്ടോ നോക്കട്ടോ.
എന്നാലും ഇപ്പൊ വന്നത് മുതലുള്ളൂ. ഇവിടുന്ന് താഴത്തേക്കുള്ള വ്യൂ കിഡിലെന്നാണ്, ഒരു രക്ഷയില്ല. ഈ വൃന്ദാവൻ ഗാർഡന്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എത്തിയപ്പോ ഇവിടെ വർക്കുകൾ നന്നായിട്ട് പുരോഗമിക്കുക മീൻസ് ഇവിടെ തുടക്കമാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഒരു ആനന്റെ ഷേപ്പ് നോക്കി, ആനന്റെ ഷേപ്പ്. ഇവിടെ പുതിയൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മേലെ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന രീതി, അതുപോലെ തന്നെ ഏറ്റവും ഈ സൈഡിൽ നിന്നുണ്ട്, ഈ സൈഡിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരു രീതിയും ഉണ്ട്. ഇതാണൊക്കെ പുതിയ വർക്ക് ചെയ്യുന്നത്. ഡാമിന്റെ മുകളിലേക്ക് ഞാൻ ഇവിടെ നോക്കി, അവിടെ വർക്കിന് പ്രോഗ്രസ് ആണ്. അപ്പൊ നമുക്ക് പോവാനായിട്ട് കടക്കാൻ പറ്റില്ല എന്നാണ് അറിയാനായിട്ട് പറ്റിയത്. ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് കേട്ടോ, നമ്മളെ ഈ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന്. ഇനി ആ സൈഡിലേക്ക് പോയി നോക്കാം, കിട്ടുമോ നോക്കാം. കിട്ടിക്കഴിഞ്ഞാലാക്കി, ഇല്ലെങ്കിൽ നമ്മളിതുവരെ വന്നതും വേസ്റ്റായൊന്നും പറയില്ല, സംഭവം അടിപൊളി. പ്ലാസ്റ്റിക് ഫ്രീസ് ആണ്, പ്ലാസ്റ്റിക് ഒന്നും ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ കർണാടകയിലെ ഏതോ ഒരു ജില്ലയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിന്റെ എൻട്രൻസ് എവിടെയെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇവിടെ ഒരൊറ്റ മലയാളീസ് ഇല്ല. ഡാമിന്റെ എൻട്രൻസിന്റെ ഇവിടെ ഇതെന്താ, ഇവിടെ ഒരു അമ്പലം കേട്ടോ. ഒരു വിഗ്രഹം, പ്രതിഷ്ഠയും പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മുകളിലേക്ക് കയറാൻ പറ്റുമോ അറിയില്ല. ഡാമിന്റെ മുകളിലേക്ക്, വൃന്ദാവൻ ഗാർഡനിലുള്ള ഡാമിന്റെ മുകളിലേക്ക് നമുക്ക് എൻട്രി ഇല്ല കേട്ടോ. ഇവിടെ കണ്ടോ, നോ എൻട്രി ഫോർ ടൂറിസ്റ്റ് ആൻഡ് പബ്ലിക് ഓൺ ദി ഡാം ടോപ്പ്. മച്ചന്മാരെ, അപ്പൊ ഇവിടൊക്കെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടേക്ക് അപ്പൊ പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഡാമിന്റെ മുകളിലേക്ക് പ്രവേശനമില്ല കേട്ടോ. നമ്മുടെ മലമ്പുഴ ഡാമിലുണ്ടല്ലോ, പാലക്കാടുള്ള മലമ്പുഴ ഡാമിലൊക്കെ എല്ലാവർക്കും പ്രവേശിക്കാം. മാത്രമല്ല അവിടെ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട്. ഇവിടെ ആക്ടിവിറ്റികൾ കുറവാണെന്നല്ല, തീരെ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലട്ടാ. ഇനി മറ്റു മുന്നോട്ട് ഉണ്ടാകുമോന്നറിയില്ല. ഫുൾ മെയിൻ്റനൻസ് ആണ്, ഫുൾ മെയിൻ്റനൻസ്. പക്ഷെ ഒരുപാട് ഏരിയ നടന്ന് കാണാൻ കേട്ടോ. നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴക്കാറുണ്ട്. മഴക്കാർ കണ്ടതോടുകൂടി മുകളിലുള്ള ആളുകളൊക്കെ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ താഴത്തുള്ള ഈ പൊടി ഉണ്ടല്ലോ, ഈ ഫ്ലോറിലുള്ള മൊത്തം പാറി ആയിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. എടാ, ഈ താഴെയുള്ള ഈ വൃന്ദാവൻ ഗാർഡനിലേ താഴെയുള്ള ഈ സംഗതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ വെള്ളമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് ഈ ലേസർ ഷോ. ഈ ഷോ ഇതാണ് ശരിക്കും തന്നെ രസം. മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു വാക്കിംഗ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട്, കുടുംബപരമായിട്ട് എല്ലാവരും സംസാരിച്ചിട്ട് ആ രീതിയിലൊക്കെ മുന്നോട്ട് പോവാം. അപ്പൊ അങ്ങനെ അടിപൊളിയാവും. അല്ലാതെ മുകളിൽ പ്രത്യേകിച്ച് അങ്ങനെ കാണണമെന്നില്ല. കുറച്ച് പൂക്കളും മെയിൻ്റനൻസ് തുടങ്ങുന്നേ ഉള്ളൂ, അതാണ്. ഇതെല്ലാം അടിപൊളിയല്ലേ. ഇപ്പൊ നല്ല കാറ്റുള്ളതുകൊണ്ട് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ചിലർ കുളിച്ച പോലെ ഉണ്ടാവും. കണ്ടോ, വെള്ളം നല്ല കാറ്റ് നന്നായിട്ട് തെറിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കാറ്റിലും കൊണ്ട് വെള്ളം വരുന്നതുകൊണ്ടേ നല്ല അടിപൊളിട്ടാണ്. ഒരു AC ഒരു ഫീലിംഗ് ആയി ഇത്രയും ചൂടുള്ള ഈ സമയത്ത്. അടിപൊളി. ഇവിടൊക്കെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നടാ. കണ്ടോ നോക്കേ, ഇവിടെ 3 റിങ്ങാണ്. അവിടെ ആകെ ഒറ്റ റിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് 3 റിംഗും ഇത് അടിപൊളിയായിരിക്കും കേട്ടോ, ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ ഇതേപോലെ വേറെ ലേസർ ഷോ ആ എൻഡ് ഭാഗത്ത് കണ്ടോ. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് കാണിച്ചു തരാം. അവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഡാമിൽ നിന്നും താഴേക്ക് വെള്ളം ഒഴുക്കി വിടുന്ന ഭാഗത്തോ ഡാമിന്റെ. ഇതിൽ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ബോട്ടിംഗ് ഉണ്ട്. ഇതിന്റെ സെൻട്രലായിട്ടൊരു ശില്പം, ഇതിന്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഇതൊരു ദേവിയുടെ ശില്പം ഇങ്ങനെ കാണുന്നുണ്ട്. കേട്ടോ, നമുക്ക് ആ സൈഡിലേക്ക് പോയി നോക്കാം.
അതിന്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് എലിഫന്റിന്റെ ആനയുടെ തലഭാഗം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലൂടെയാണ് തുമ്പികൈയുടെ മുകളിലൂടെയാണ് വെള്ളം ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ താഴെ ബോട്ടിങ് നടക്കുന്നുണ്ട്. ഒരു ബോട്ട് അവിടെ കേടായിട്ടിട്ടതാണോ ഒന്നും അറിയില്ല. ഒരു ഫാമിലി ഇവിടെ ബോട്ടിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ ഡാം തന്നെയാണ്. പക്ഷെ രണ്ട് സൈഡിലുള്ള ആ കണ്ടോ ഒരു ആനക്കൂട്ടൻ, ആ ആനക്കൂട്ടന്റെ വെള്ളം ചീറ്റുന്നില്ലല്ലോ. എടാ നമ്മൾ എത്ര നോക്കിയിട്ട് ഇവിടെ ഡാമിൽ നിന്ന്, ഡാം ആ സൈഡിലാണല്ലോ, ഡാമിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ഒഴുക്കി വിടുന്ന ഇവിടെ ആകെ ഇവിടെ നല്ല ഒഴുക്കലാണ് വീഴും. ഒഴുക്കി വിടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കാണാനില്ലല്ലോ. അതിവിടെ ഇതിന്റെ അടിയിൽ 2, 3 ഷട്ടർ 4. അപ്പൊ ഈ സൈഡിലൂടെ ഉണ്ടാവും ഒറ്റ ഷട്ടർ ഓപ്പൺ ആക്കിയൊന്നല്ല. അവിടെ താഴെ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് മാത്രം ഓപ്പൺ ആയിട്ട് കാണുന്നുള്ളൂ. ലെറ്റ്സ് ഗോ. നമുക്ക് വല്ലാതെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല കേട്ടോ. ഒരു ഏകദേശം നമുക്കൊന്ന് പോയി നോക്കാം. അത്യാവശ്യം വലിയ ഡാമാട്ടോ. അപ്പൊ മച്ചാമാരെ ഇവിടെ എല്ലാ ഡാമിന്റെയും മെയിനായിട്ടുള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ കേട്ടോ. ഒരുപാട് വിഗ്രഹങ്ങൾ. ഡാമിന്റെ പ്രത്യേകത അല്ല, ഇവിടെ ആളുകൾ പ്രത്യേകതയാണ്. ഇവിടെ ആ ഭാഗത്തൊരു ചെറിയ വിഗ്രഹം കണ്ടോ, അതൊരു വിഗ്രഹമാണ്. പിന്നെ മുകളിൽ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടു ഗായ്സ്. അങ്ങനെ 60 ഏക്കറിൽ പരന്നു കിടക്കുന്ന ബൃന്ദാവൻ ഗാർഡന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി നാളെ ഒരു ലേസർ ഷോയും കൂടി ഉണ്ട്. ആ ലേസർ ഷോയും കൂടെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൂടുതൽ മനോഹരമായിട്ടുള്ള വീഡിയോസ് നമുക്ക് ഒരുപാട് വരാനുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക.